എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ പൈസ കിട്ടിയതിന് ശേഷം സച്ചി പോലീസ് സ്റ്റേഷനിൽ നിന്ന് കാർ എടുക്കാനായിട്ട് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ കാറിന്റെ കീ പോലീസുകാരൻ കൊടുക്കുവാണ്. ഈ കാറിന്റെ കീ കിട്ടിയത് സച്ചിക്ക് വല്ലാത്ത സന്തോഷമായി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. കാരണം കുറെ സമയമായിട്ട് വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുവല്ലായിരുന്നോ. ദേഹത്തിന് ഏറ്റ വേദനയെക്കാളും മനസ്സിന് ഏറ്റവും മുറിവായിരുന്നു ഏറ്റവും വലുത്. കാറ് പോലീസ് സ്റ്റേഷൻ നടക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നൊരു അവസ്ഥയായിരുന്നു. അങ്ങനെ കീ കിട്ടി കഴിഞ്ഞപ്പോഴത്തേനും സച്ചി എന്ത് ചെയ്യണം, ഓടിപ്പോയി കാറ് ഡോറൊക്കെ തുറന്ന് അകത്ത് കയറുന്നുണ്ട്. ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അങ്ങനെ ചെന്ന് അകത്ത് കയറി കഴിഞ്ഞിട്ട് കാറ് സ്റ്റാർട്ട് ചെയ്യുവാണ്. സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പൊ സച്ചി ഓർത്ത് ആദ്യം എന്തെങ്കിലും പ്രശ്നമായിരിക്കും എന്ന് ഓർത്തു. പിന്നീട് വീണ്ടും പോയി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. ശ്രീകാന്തും രേവതി കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ശ്രീകാന്ത് വന്നിട്ട് ചോദിച്ചു, എന്താ സച്ചിയേട്ടാ എന്ത് പറ്റിയെന്ന് ചോദിക്കുക. എന്താണെന്ന് അറിയത്തില്ല, കാറ് സ്റ്റാർട്ട് ആവുന്നില്ലെന്ന് പറയാണ്. എന്തോ ഒരു പ്രശ്നമുള്ള പോലെ പെട്ടെന്ന് വന്നിട്ട് ബോണറ്റൊക്കെ തുറന്നു നോക്കുകയാണ്. പക്ഷെ സച്ചിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ പറ്റിയെന്ന് അറിയില്ല. ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് എന്താ ഇങ്ങനെ പറ്റാനായിട്ട്? പുതിയ വണ്ടിയാണ്, ഒന്നും സംഭവിക്കാനായിട്ട് വഴിയുള്ളതല്ല. എന്ത് പറ്റിയെന്ന് അറിയില്ല. സച്ചിക്ക് വല്ലാത്തൊരു വെപ്രാളമായിപ്പോയി. ആ കീ കിട്ടിയത് സച്ചി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാറൊക്കെ പോയൊന്ന് തൊട്ട് തലോടുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ സച്ചിയുടെ വെപ്രാളം ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പം ബാക്കി എല്ലാവർക്കും സങ്കടമായിപ്പോയി. സച്ചിയോട് ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന അറിയത്തില്ല. അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു, എന്ത് ചെയ്യട്ടാ, ഇനിയിപ്പോൾ കാർ സ്റ്റാർട്ടാകാതെ നമ്മളെങ്ങനെയാ പോണേന്ന് ചോദിക്കുകയാണ്. എനിക്കറിയില്ലടാ, ഞാൻ ഒരു കാര്യം ചെയ്യാം. എനിക്കറിയാവുന്ന ഒരു വർക്ക്ഷോപ്പുകാരനുണ്ട്, അയാളൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുവാണ്. അങ്ങനെ വർക്ക്ഷോപ്പിൽ നിന്ന് ആള് വന്ന് സച്ചിയുടെ കാർ ചെക്ക് ചെയ്യുവാണ്. കാറെല്ലാം ചെക്ക് ചെയ്തിട്ട് വന്നിട്ട് അയാൾ ചോദിച്ചു, അല്ല ഇതെന്തിനാ പോലീസ് സ്റ്റേഷൻ പിടിച്ചിട്ടെന്ന് ചോദിക്കുകയാണ്. അതിപ്പം വഴിക്ക് വെച്ച് കഞ്ചാവ് പിടിച്ച കേസിലാന്നൊക്കെ പറയാം. അത് മാത്രമല്ല, അപ്പൊ പെട്ടെന്ന് രേവതി പറഞ്ഞു, അത് മാത്രല്ല എസ് ഐനെ തല്ലുകയും ചെയ്തായിരുന്നു, അതിന്റെ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ടായെന്ന് പറയും. ഓഹോ അങ്ങനെ വരട്ടെ, അപ്പൊ അതാണ് കാര്യം. ദേ ഈ എഞ്ചിൻ മൊത്തം കൊളാക്കി ഇട്ടേക്കോ അവന്മാര്. എന്താ പറഞ്ഞേ? അതെ, ഇനിയിപ്പോ ഇത് കാർ സ്റ്റാർട്ട് ആക്കണമെങ്കിൽ ഇനിയിപ്പോ കുറെ പണിയേണ്ട വരും. ഇനി നേരെ വർക്ക്ഷോപ്പിലേക്ക് വണ്ടി കൊണ്ടുവരണം. എങ്ങനെയാലും തള്ളിക്കൊണ്ടോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ, ഏതായാലും വണ്ടി വിളിച്ച് അതിനെ കൊണ്ടുവന്ന് വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നിട്. വണ്ടി നന്നായിട്ട് പണിതാൽ മാത്രമേ ഇനിയിപ്പം ഓടിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ സച്ചിക്ക് വല്ലാത്ത വെപ്രാളമായിപ്പോയി. സച്ചിക്ക് ഭ്രാന്തായിപ്പോയി. 1,00,000 രൂപയും കൊടുത്തു. അത് പോരാഞ്ഞിട്ട് വണ്ടി അവന്മാര് തല്ലിപ്പറിച്ച് നാശകോശാക്കിയിട്ടേക്കുന്നു. അതിന്റെ എഞ്ചിൻ റൂമും എത്തോ. ഇനിയിപ്പോ എന്ത് ചെയ്യുന്നൊരവസ്ഥയാ. സച്ചി പറഞ്ഞു, അവന്മാര് ഞാനുണ്ടല്ലോ, എന്താ കാണിക്കാൻ, ഞാൻ കാണിച്ചു തരാം. പൈസയും കൊടുത്തു തന്നിട്ട് എന്റെ വണ്ടി ഈ പരുവാക്കിയിട്ടു, ഞാൻ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞ സച്ചി അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ രേവതി ശ്രീകാന്തും എല്ലാം കീറി തടഞ്ഞു. വേണ്ട, ഇപ്പൊ ഒരു പ്രശ്നത്തിന് പോണ്ട, അല്ലെങ്കിൽ തന്നെ ഒരു വിധത്തിലാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നേ. ഇനിയിപ്പൊ ഈ കാറിന്റെ പ്രശ്നവും പറഞ്ഞിട്ട് ഇനിയിപ്പം അടുത്തൊരു വള്ളി ഉണ്ടാക്കാൻ പോണ്ട. ഇവിടുന്ന് പുള്ളിക്കാരൻ പറഞ്ഞത്, ഞാനങ്ങോട്ട് പോയേക്കുക, നിങ്ങൾ വണ്ടി വർക്ക്ഷോപ്പിലേക്ക് എത്തിച്ചേക്കാൻ പറയാം. അത് റെഡിയായി കിട്ടാനായിട്ട് കുറച്ച് ദിവസം എങ്ങനെയും പിടിക്കുമെന്നും പറയുന്നുണ്ട്. പാർട്സ് ഒക്കെ മേടിച്ച് റെഡിയാക്കണമല്ലോ. സച്ചിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. ഇനിയിപ്പോൾ ഈ കാറ് വർക്ക്ഷോപ്പിൽ കൊണ്ടുവരണം. അതൊക്കെ ഓർത്ത് സച്ചിക്ക് സഹിക്കാൻ പറ്റിയില്ല. ശ്രീകാന്ത് പറഞ്ഞു, പോട്ടെ സച്ചിയേട്ടാ, പക്ഷെ ഇനി അതിനുള്ള പൈസ എവിടെ നിന്ന് ഉണ്ടാക്കൂടാ. അവൻ പറഞ്ഞ് ഒരു 19,000 രൂപയെങ്കിലും വേണ്ടി വരുമെന്നാ പറഞ്ഞേ ഈ കാറൊന്ന് ശരിയാക്കി എടുക്കാനായിട്ട്. അതിനി പൈസ ഞാൻ എവിടെ പോണേ ഉണ്ടാക്കും. ഇപ്പോഴത്തെ പൈസ തന്നെ അറിയാലോ എങ്ങനെ കിട്ടിയെന്ന്. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. സാരില്ല, എന്തേലും ഒരു വഴി ഉണ്ടാക്കാം. അങ്ങനെ അവര് 4 പേരും കൂടെ കൂടിയിട്ട് കാറ് തള്ളുവാണ്. കാറ് തള്ളി പാതി എത്തിയപ്പോഴത്തേനും സച്ചി മടുത്തു. ഫുഡ് കഴിക്കാത്തതുകൊണ്ട് സച്ചിക്ക് തള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സച്ചി പറഞ്ഞു, ഫുഡ് കഴിക്കാത്തതുകൊണ്ട് എനിക്കാണെങ്കിൽ കാറ് തള്ളാനും കൂടെ പറ്റുന്നില്ലെന്ന് പറയാം. ഈ സമയം ശ്രീകാന്ത് പറഞ്ഞു, ഏട്ടത്തി ഒന്നും കഴിച്ചിട്ടില്ല. ഏട്ടത്തിയോട് ഞാൻ പറഞ്ഞു ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് ഏട്ടത്തി കഴിക്കാതെ വന്നേ. ആഹാ, അപ്പൊ നീയും കഴിക്കാതെയാണ് രേവതി ഇരിക്കണേന്ന് ചോദിക്കാം. ഞാൻ ആകുന്ന പറഞ്ഞു, പക്ഷെ സച്ചിയേട്ടൻ അവിടെ കഴിക്കാതിരിക്കുവാന്ന് പറഞ്ഞ് ഏട്ടത്തെയും കഴിച്ചില്ല. ഓഹോ, നീ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇങ്ങോട്ട് വരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നിനക്ക് ആ വീട്ടിൽ നിന്നാ പോരായിരുന്നോ? മുത്തശ്ശിയുടെ അടുത്ത് വെറുതെ ഇങ്ങോട്ട് വന്ന്. ആ ഏട്ടൻ അത് പറഞ്ഞു. ഏട്ടത്തി ആ ASPയുടെ ഭാര്യയുടെ മുന്നിൽ കേണ അപേക്ഷിച്ചുകൊണ്ടാ ഇപ്പൊ ഏട്ടനെ വിട്ടാ തന്നെ. അവര് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞ് അത് എത്ര നല്ല കാര്യമായി. ഏട്ടത്തി വന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചിയേട്ടനെ രക്ഷിച്ച് തന്നെ ഇപ്പം ഏട്ടത്തിയാന്ന് പറയാം. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോ സച്ചിക്ക് മനസ്സിലായി രേവതി തനിക്ക് വേണ്ടിയിട്ട് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. സച്ചിയുടെ 2 കണ്ണുകൾ നിറഞ്ഞു വന്നു. ആകെപ്പാടെ ടെൻഷനാ. ഈ കാറിന്റെ കാര്യം രേവതിയുടെ കാര്യം എല്ലാം ഓർത്തിട്ട്. ഈ സമയം വീട്ടിലാണെങ്കിൽ ചന്ദ്രമതി നാളെ ഇനിയിപ്പോൾ ഡ്രസ്സും സ്വർണ്ണവും ഒക്കെ എടുക്കാൻ പോണം. അപ്പൊ സുധിയോട് ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. നമുക്ക് പോയി ഡ്രസ്സൊക്കെ എടുക്കണം, ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ മാത്രമല്ലേ കല്യാണത്തിലുള്ളെന്ന്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചിയും രേവതി എല്ലാവരും കൂടെ കയറി വരുന്നേ. രവീന്ദ്രൻ ചോദിച്ചു, മോനെ കാറ് കിട്ടിയോ? കുഴപ്പമൊന്നുമില്ല അല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടൻ സച്ചിയുടെ മുഖം അങ്ങോട്ട് മാറി. രവീന്ദ്രൻ ചോദിച്ചു, എന്ത് പറ്റി മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുക. ശ്രീകാന്ത് കാര്യങ്ങളൊക്കെ പറയാം. കാറ് കിട്ടിയച്ചാ, പക്ഷെ കാർ ഇനിയിപ്പം നിരത്തിൽ ഇറക്കണമെങ്കിൽ അതിന് കുറെ പണിയുണ്ട്. എഞ്ചിൻ റൂം മൊത്തം കംപ്ലൈന്റ് ആയി കിടക്കുക. അതെന്താ അങ്ങനെ? അവന്മാരെ അതിന്റെ വാശിക്ക് എന്തോ ചെയ്ത് കിട്ടാന്ന് പറയണം.
ഇനി വർക്ക്ഷോപ്പിലേക്ക് കാർ തള്ളിക്കൊണ്ടേ ആക്കിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ അത് പുറത്തിറക്കണേ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതിൽ എത്ര രൂപയാണെന്നാ പറഞ്ഞു? ഒരു 19,000 രൂപ മിച്ചമാവെന്നാ പറഞ്ഞു ആ വണ്ടി ഒന്ന് പണിതെടുക്കണമെങ്കിൽ. സച്ചി പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അച്ഛാ. ആ കാറില്ലെങ്കിൽ അച്ഛൻ അറിയാലോ, ഡ്യൂ കെട്ടാൻ പറ്റില്ല. ഡ്യൂവിന്റെ മാത്രമല്ല വീട്ടിലെ കാര്യങ്ങളെല്ലാം അവതാളത്തിലാവും. ചിട്ടി വട്ടി എന്നും വേണ്ട 100 കൂട്ടം കാര്യങ്ങളുണ്ട്. ആ കാറ് നിരത്തിലിറക്കിയില്ലെങ്കിൽ എല്ലാം മുടങ്ങിപ്പോവും. CC ഒക്കെ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ ബൈക്കിന്റെ RC ബുക്ക് വെച്ചാണ് പൈസ എടുക്കാം. ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ ചോദിച്ചാൽ അതുകൊണ്ട് തികയുവാടാ, അത് വെച്ചാൽ എത്ര രൂപ കിട്ടുമെന്ന് ഓർത്തോണ്ടാ. പക്ഷെ വേറെ എന്താ വെച്ചാൽ ഒരു മാർഗം ഇരിക്കുന്നത്, വേറെ മാർഗമൊന്നും ഇല്ലെന്ന് പറയാം. ശ്രീകാന്ത് പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ വണ്ടി ഇറക്കണം, ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ സച്ചിയേട്ടന് ഓട്ടോ ഇല്ലാതെ വീട്ടിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ. രവീന്ദ്രൻ പറഞ്ഞു അമ്മ ഒരു വഴിയുണ്ട്, ഒരു കാര്യം ചെയ്യാം, വീടിന്റെ ആധാരം ഉണ്ടല്ലോ, ആധാരം കൊണ്ട് പണയം വെച്ച് പൈസ എടുക്കാന്ന് പറയാം. ഇത് സുധിയും ചന്ദ്രമതിയും കേട്ടു. അവരുടെ നെഞ്ചിലൊരു വിങ്ങലുണ്ടായി. എന്റെ ദൈവമേ, ഇനിയിപ്പോൾ ആധാരം എടുക്കാനെങ്ങാനും ചെന്ന് ഡ്രോ തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ പണി മൊത്തം പാടും. ആധാരം ഇല്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളത്തരം എല്ലാം പുറത്താവും. എന്നാ പിന്നെ അതോടുകൂടി താനും സുധി വീടിന് വെളിയിലാവുകയും ചെയ്യും. എങ്ങനെയാലും തടഞ്ഞേ പറ്റുള്ളൂ ഇത്. പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞേ അതൊന്നും ശരിയാവുന്ന കാര്യമില്ല. എന്താ ചന്ദ്രൻ? അല്ല അത് 3 പേർക്ക് അവകാശപ്പെട്ടതല്ലേ, ഇനിയിപ്പോൾ ആകെപ്പാടെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടേ ബാങ്കി വെച്ചാൽ എങ്ങനെ ശരിയാവണേ? അതൊന്നും ശരിയാകത്തില്ല എന്ന് പറയാം. അത് നീയാണോ തീരുമാനിക്കുന്നേ? അതുകൊണ്ടേ പണയം വെച്ചാണ് പിന്നെ ആൾക്കാരുടെ കയ്യേക്കാലം പിടിച്ച് പോകേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളപ്പോൾ നമ്മൾ പിന്നെ എന്തിനാ മറ്റുള്ളവരുടെ കയ്യേക്കാലം പിടിച്ച് പോകണേ? അത് തന്നെയല്ല ഇത്ര രൂപ വേണം താനും, ഇടപെടിന്ന് അത്ര രൂപ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമൊന്നുമില്ല. അത് ഞാൻ എന്താണോ അതിന് സമ്മതിക്കില്ലെന്ന് പറയാം. അതിന് നിന്റെ സമ്മതം ആര് വേണം? അങ്ങനെയാണോ? അതെ, എന്റെ അച്ഛൻ എനിക്ക് തന്നായ വീട് അറിയാലോ, ഇനി ഇതും കൂടെ കൊണ്ടേ പണയം വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവന്റെ കയ്യിലിരിപ്പ് കൊണ്ട് സംഭവിച്ചു പോയതിന് ഇവർക്ക് എല്ലാവർക്കും ആവശ്യപ്പെട്ട സ്വത്ത് കൊണ്ടേ വെക്കാനെന്ന് എനിക്ക് സമ്മതമല്ലെന്ന് പറയാം. കുറെ കാലം കഴിയുമ്പോൾ പൈസ കെട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ ഈ വീടും പോവും. അതൊന്നും എനിക്ക് സമ്മതമല്ലെന്ന് പറയാം. സച്ചി പറഞ്ഞു വേണ്ടച്ചാ, അതൊന്നും വേണ്ട. രവീന്ദ്രൻ പറഞ്ഞു നീ അവിടെ നിൽക്ക്. അത് നീ എന്താണെങ്കിലും കാർ ഇറക്കി കഴിയുമ്പം CC ഒക്കെ അടയ്ക്കുമല്ലോ. ഒരു കാര്യം ചെയ്യാം, അതിനും കൂടെ കൂട്ടിയുള്ള പൈസ എടുക്കാം. പിന്നെ നിനക്ക് ഈ ബാങ്കിലെ പൈസ മാത്രം അടച്ചാൽ മതിയല്ലോ, സമാധാനത്തോടെ ഇരിക്കാലോ എന്ന് പറയാം. ചന്ദ്രൻ നീ ഒന്ന് സമാധാനിക്ക്, അവൻ പൈസ അടച്ചോടും. കൃത്യമായിട്ട് പൈസ അടച്ച് ആധാരമൊക്കെ എടുത്തോളൂ. ആ കാര്യത്തിൽ നിനക്കൊരു ടെൻഷനും വേണ്ട. നിനക്ക് ഞാൻ ഉറപ്പ് തരാമെന്ന് പറയാം. ചന്ദ്രമതി കഴിഞ്ഞ് വേണ്ട, അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാം. രവീന്ദ്രൻ ഇത് കേട്ടപ്പം ദേഷ്യം വന്നു. ശ്രീകാന്ത് പറഞ്ഞു അമ്മ എന്താമ്മ ഇങ്ങനെ? നല്ല കാര്യമല്ലേ അച്ഛൻ പറഞ്ഞത്? അല്ല ഈ സമയത്ത് ഇനിയിപ്പോൾ ആരോട് പോയി ചോദിക്കാനാ? സച്ചിയേട്ടൻ അത് എടുത്തു തന്നോളൂ, പിന്നെ അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണമെന്ന് ചോദിക്കുക. പെട്ടെന്ന് സുധിയും പറഞ്ഞു അത് വേണോ? ആധാരം കൊണ്ട് പണയം വെക്കേണ്ട ആവശ്യമുണ്ടോ? അതിനേക്കാൾ നല്ല ബൈക്കിന്റെ ബുക്ക് വെക്കണല്ലേന്ന് ചോദിക്കും. രവീന്ദ്രൻ പറഞ്ഞു നീ ഒരു അക്ഷരം മിണ്ടല്ലോ, നീ കാരണം അല്ലെങ്കിൽ ഇപ്പൊ എൻ്റെ കയ്യിൽ എത്ര ലക്ഷം രൂപ കണ്ട ആ പൈസ ഉണ്ടായിരുന്നു, ഇപ്പൊ ഞാനതൊന്നും കൊടുക്കില്ലായിരുന്നു, ഈ പ്രശ്നങ്ങളും വല്ലതും ഉണ്ടാവുമെന്ന് ചോദിക്കുകയാണ്. പിന്നെ സുധി ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. രവീന്ദ്രൻ പറഞ്ഞു ഞാനത് പോയി എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോകുമ്പോൾ തന്നെ ചന്ദ്രമ തടഞ്ഞിട്ട് അങ്ങ് നിന്നു. എന്താ അങ്ങോട്ട് മാറാൻ പറയണം? ഞാൻ മാറില്ല, അങ്ങനെ അത് കൊണ്ട് പണയം വെക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാം. സച്ചി വന്നിട്ട് വേണ്ടച്ചാ, വെറുതെ എന്തിനൊരു വഴക്കുണ്ടാക്കുന്നേ, ഇനി ഇതിന്റെ പേരിലുള്ള സമാധാനം കളയണ്ട, അതൊന്നും കൊണ്ട് പണയം വെക്കണം എന്ന് പറയാം. ചന്ദ്രമതി പറഞ്ഞു ഇപ്പൊ നിനക്ക് പൈസയല്ലേ വേണ്ടത്, പൈസക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം എന്നും പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. പിന്നീട് കലാവതി മുത്തശ്ശി കൊടുത്ത പൈസ അതിങ്ങോട്ട് എടുക്കുവാണ്. കുറച്ച് സമയം ആ പൈസയിലേക്ക് അവൻ നോക്കിയിരുന്നു. അവൾക്ക് സുധിക്ക് സ്വർണവും ഡ്രസ്സും വാങ്ങാനുള്ള പൈസയായിരുന്നു, എല്ലാം പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ആകെപ്പാടെ പെട്ടുപോയല്ലോ എന്ന് ഓർത്തോണ്ട് അതിങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പറഞ്ഞ് പൈസയല്ലേ ഇന്നാന്ന് പറഞ്ഞങ്ങ് നീട്ടുവാണ്. രവീന്ദ്രൻ ചോദിച്ചു അപ്പൊ കല്യാണത്തിന് ഞാൻ എന്തേലും ചെയ്തോളാം, ഇപ്പൊ ഇതങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്ക്, ഇനിയിപ്പൊ വീടിന്റെ ആധാരം കൊണ്ടേ പണയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയാൻ പിടിക്കാൻ പറയാണ്. സച്ചി പക്ഷെ മേടിച്ചില്ല. സച്ചി രേവതിയോട് പറഞ്ഞ് വാങ്ങാൻ പറയാണ്. രേവതി മടിച്ചോ പറഞ്ഞു നീ എന്തിനാ മടിച്ചിരിക്കുന്നേ, ഇതേ എന്റെ അച്ഛമ്മയുടെ പണമല്ലേ, നീ ധൈര്യമായിട്ട് വാങ്ങിക്കോളാം പറയണം. ചന്ദ്രമതി ഇങ്ങനെ കലിതുള്ളി നിൽക്കുകയാണ് വല്ലാത്തൊരവസ്ഥയിൽ. അവസാനം രേവതി ചന്ദ്രമതിയിൽ നിന്ന് ആ പൈസ അങ്ങോട്ട് വാങ്ങുകയാണ്. ഇത് പിന്നീട് രേവതി സച്ചിയും കൂടെ അകത്തേക്ക് കയറിപ്പോയി. എല്ലാവരും കൂടെ പോയി കഴിഞ്ഞപ്പം ശ്രുതി പറഞ്ഞു ഇനിയിപ്പോൾ കല്യാണത്തിന് എന്ത് ചെയ്യുമേ, എന്തേലും വഴി ഉണ്ടാക്കാം, എല്ലാം പോയില്ലേ, ഓരോ പൈസയായിട്ട് പോയി. കഷ്ടകാല സമയത്ത് ഓരോന്നൊക്കെ വന്നു കയറിയാൽ ഇങ്ങനെയായിരിക്കും എന്ന് പറയാം. രേവതിക്ക് ഇത് കേട്ടപ്പോൾ വല്ലാത്ത സങ്കടമൊക്കെ ആകുന്നുണ്ട്. കാരണം അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട്. പിന്നീട് ചന്ദ്രമതിക്ക് പണത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു കാര്യം തീരുമാനിച്ചു, പണം ഉണ്ടാക്കിയേ പറ്റുള്ളൂ, കല്യാണം നല്ല ഗംഭീരമായിട്ട് തന്നെ നടക്കണം, ഒന്നിനും ഒരു കുറവ് വരില്ല. അങ്ങനെ ബാമേനെ വിളിച്ച് സംസാരിക്കുകയാണ്. പിന്നീട് ബാമയോട് പറഞ്ഞു എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറയാം. അങ്ങനെ നേരെ ചന്ദ്രമതി ബാമയുടെ അടുത്തേക്ക് പോവാണ്. ബാമയുടെ അടുത്ത് പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ പണത്തിന് വേണ്ടിയിട്ടുള്ള അടുത്ത തന്ത്രം ചന്ദ്രമതി പയറ്റുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ഇനി അടുത്ത ചന്ദ്രമതിയുടെ നീക്കം എന്താന്ന് നമുക്കിനി നാളത്തെ ഫുൾ വിശേഷം വരുമ്പോൾ കാണാം കേട്ടോ. അപ്പൊ ആ വിശേഷങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം.
ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.